ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് വീഡിയോ ഇടാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതല്ല കേട്ടോ. ഞങ്ങൾ രാവിലെ ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്. കല്യാണിക്കുട്ടിക്ക് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടല്ലോ, ആദ്യം കല്യാണി വന്നേ കല്യാണിക്ക് അലർജിയുടെ പ്രശ്നമുണ്ട് നല്ല രീതിയിൽ. കമ്മലൊക്കെ ഊരിയെടുത്താ ഊരിപ്പോയാ? കല്യാണിക്ക് ഇപ്പൊ വെക്കേഷൻ ആയപ്പോഴേ സ്വർണ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തു, കമ്മലും അത് മാല ഇന്ന് രാവിലെ തന്നെ ഊരിക്കളഞ്ഞു, കമ്മല് തീപ്പ് ഊരിക്കളഞ്ഞു അല്ലേ? വളയും കൂടി ഉണ്ട്. അപ്പൊ നമ്മൾ എങ്ങടെ പോയെന്നൊന്ന് പറഞ്ഞേ. പറയില്ലേ നിങ്ങൾ, അങ്ങനെ അറിയണ്ട നിങ്ങൾ അല്ലേ? പറയില്ല, ഒന്ന് പറയേ വെറുതെ ഒരു ചോക്കിന് ഒന്ന് പറയില്ലേ, നിങ്ങൾ അറിയണ്ട അല്ലേ? അങ്ങനെ എല്ലാം നിങ്ങൾ അറിഞ്ഞാൽ ശരിയാവോ? എന്നാലും പാവില്ലേ എന്ന് പറഞ്ഞു കൊടുത്തോ. എങ്ങടെ പോയേ? ഡോക്ടറെ കാണാൻ. എന്തിനാ ഡോക്ടറെ കാണാൻ പോയേ? അലർജിയുടെ ഡോക്ടറെ കാണാൻ പോയി. ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് അലർജി വരുവേ. ഇന്നലെ എവിടെ വന്ന അലർജി? അത് കുഞ്ഞുനാവിയായിരുന്നപ്പോഴത്തെ. പിന്നെ അവൾക്ക് നിപ്പിള് ബോട്ടിൽ വെള്ളം കുടിക്കണമെന്ന് UKG ആവാൻ പോണ പെണ്ണിന്ന് മാർക്ക് ലിസ്റ്റ് കിട്ടിയെന്ന് പറഞ്ഞേ. LKG-കാർക്ക് റിസൾട്ട് അറിയലൊക്കെ ഉണ്ട് കേട്ടോ. മാർക്ക് ലിസ്റ്റ് കിട്ടിയെന്ന് പറഞ്ഞേ. എത്രയൊക്കെ A1 A2 B1 ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞേ. ഒന്ന് പറഞ്ഞേ. ഒയ്യോ നിർത്താം. അപ്പൊ ഞങ്ങൾ കല്യാണീനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയേക്കായിരുന്നു. അവൾക്ക് അലർജിയുടെ കുറച്ച് വിഷയങ്ങളൊക്കെ. മോനിത് അവിടെ കൊണ്ടുവന്ന് എടുത്തു വെക്കോ. റൂമിലത്തെ ടേബിളില്ലേ അതും വയ്ക്കുക, കളയരുത്, സ്വർണ്ണാണ്. റൂമിലത്തെ അമ്മയുടെ ബുക്കൊക്കെ ഇരിക്കുന്ന ടേബിളില്. അപ്പം കണ്ണന് വന്നിട്ടേ അവന് കൊണ്ടുപോയിണ്ടായിരുന്നു ഫുഡൊക്കെ. അപ്പം ഞാൻ വന്ന വശം പുല്ല് കുറുക്കുണ്ടല്ലോ, റാഗി, അത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതുണ്ടാക്കാനായിട്ട് ഇങ്ങനെ നിൽക്കായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു, അയ്യോ ഇന്നിപ്പോൾ വീഡിയോ ഒന്നും ഇല്ലല്ലോ, വീഡിയോ ഇനി ഞാൻ മാക്സിമം മുടക്കില്ല എന്ന് നിങ്ങൾക്ക് വാക്കും തന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ വീഡിയോ മുടക്കുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതി ഞാൻ വന്ന ഡ്രസ്സും കൂടെ മാറിയിട്ടില്ല. വന്ന വശം വണ്ടിയിൽ നിന്ന് പിള്ളേരുകൾ ഇറക്കിയത് അങ്ങനെ തന്നെ കണ്ണന് കുറുക്കാനായിട്ട് വന്നിങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഞാൻ കരുതി എന്തായാലും കുറുക്കാനായിട്ട് കുറച്ച് നേരം ഞാൻ ഇവിടെ നിന്ന് ഇളക്കിയൊക്കെ നിൽക്കേണ്ടി വരും കുറുക്ക്. അപ്പം ആ ഒരു സമയം ഇവിടെ വെളിച്ചത്തിൻ്റെ ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ. ലൈറ്റ് കുറച്ച് കുറവുണ്ട്. എന്നാലും ഞാൻ കരുതി എന്താ പറയുക, മിണ്ടാത്തേലും ഭേദമല്ലേ കഞ്ഞപ്പ് എന്ന് നമ്മൾ പറയില്ലേ, അതുപോലെ വീഡിയോ ഇല്ലാത്തതിലും ഭേദമല്ല എന്തെങ്കിലും ഒരു വീഡിയോ എടുത്തിടുന്നത് എന്ന് കരുതിയിട്ട് ഞാൻ ഈ കുറുക്കുന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത് വിശേഷങ്ങൾ പറയാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. മിക്കപ്പോഴും ജൂബിലിയിലേക്കാണ് പോവാറ്. പിന്നെ അവിടെ വിളിച്ച് ചോദിച്ചപ്പോൾ അലർജിയുടെയും പീഡിയാട്രീഷനെ കാണിക്കാനാണ് അവർ പറഞ്ഞത്. അപ്പോൾ പിന്നെ ഞങ്ങൾ LIയിലാണ് കേട്ടോ പോയത്. LIയിൽ പോയി ഡോക്ടറെ കണ്ടു. അപ്പോൾ അലർജി ടെസ്റ്റ് ചിലപ്പോൾ ചെയ്യേണ്ടി വരും. അവൾക്ക് എന്തിൽ നിന്നാണ് അലർജി എന്നുള്ളത് ഇതുവരെ നമുക്ക് മനസ്സിലായില്ല. ചിലപ്പോൾ പുറത്തുനിന്നുള്ളൊരു ഫുഡും കഴിക്കാത്ത ദിവസം പോലെ ആൾക്ക് ചിലപ്പോൾ ഇന്നലേക്ക് ഒന്നും വീട്ടിലെ ഫുഡുകൾ മാത്രമേ കഴിച്ചിട്ടുള്ളൂ. എന്നിട്ട് ഇന്നലെ അവൾക്ക് ഇങ്ങനെ മേലൊക്കെ ചെവിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ തടിച്ചു. അപ്പോൾ അത് ചിലപ്പോൾ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ കണ്ണൻകുട്ടീനെയൊക്കെ കാണിച്ചു തരാം. ഇതൊന്ന് കുറുക്കി വെച്ചിട്ട് നമുക്ക് കണ്ണൻകുട്ടിയുടെ അടുത്തേക്ക് പോവാം. കണ്ണനും അച്ഛനും ഒക്കെ അവിടെ കിടക്കുക. ചേട്ടൻ വന്ന വശൻ്റെ അവിടെ കിടപ്പായി. രാവിലെ പോയതാ. ഇപ്പം ഞങ്ങളൊരു 5 മണിയൊക്കെ ആവാറായിട്ടുണ്ടെന്ന് തോന്നുന്നു. 4:30 ആയിട്ടുണ്ട് എത്തിയിട്ട്. അപ്പം ഇന്ന് നമ്മുടെ ആടുജീവിതം കാണാനൊക്കെ പോകണം എന്നൊക്കെ വിചാരിച്ചതാ. ഈ നേരമായില്ലേ എത്തിയിട്ട്. അപ്പോൾ ഇനി വയ്യ പോകാനായിട്ട്, വയ്യാണ്ടേ. ഒന്നാമത് ഈ ചൂടിൻ്റെ ക്ഷീണവും ഒക്കെ ആയിട്ട്. പിന്നെ ഞങ്ങൾ നമ്മുടെ ഫെജിയിലൊന്ന് പോയിട്ടുണ്ടായിരുന്നു, തൃശ്ശൂർ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് എനിക്ക് ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ വാങ്ങാനൊക്കെ ആയിട്ട്. അപ്പം അങ്ങനെയും കുറച്ച് സമയം അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ ഇത് വേഗം ഒന്ന് കുറുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതേ കണ്ണൻ്റെ കുറുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനപ്പോൾ അതെന്തായാലും ചൂടാറുണ്ട് വരെ ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് കണ്ണനെയും കൂടെ കണ്ടിട്ട് വീഡിയോ വേഗം അവസാനിപ്പിക്കണം. എൻ്റെ സൗണ്ടൊക്കെ പോയി. ഞാനേ തണുത്ത വെള്ളം കുടി ഭയങ്കര കൂടുതലായിരുന്നു. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഭയങ്കര തണുത്ത വെള്ളം കുടിക്കലാണ്. ഇതേ കണ്ണൻ്റെ റാഗി കുറുക്കായിട്ടുണ്ട്. ഞാൻ കണ്ണൻ്റെ അടുത്തേക്ക് പോട്ടെ കേട്ടോ. കണ്ണ ടാറ്റ പോയിട്ട് വന്ന് കിടക്കാണോ നീ ഇവിടെ? കണ്ണൻ ചേട്ടാ ചുരുക്കൂല. മോൻ്റെ മോതിരോ എവിടെ? മോൻ്റെ മോതിരോ എവിടെയാ? അയ്യോ മോതിരം പോയി. ഓക്കെ, തൃശ്ശൂർ കൊണ്ട് കളഞ്ഞാ മോതിരം? തൃശ്ശൂർ കൊണ്ട് കളഞ്ഞു, മോതിരം കളഞ്ഞിട്ട് പോന്നു. കല്യാണിക്ക് ഇന്നലെ വളയമാലയൊക്കെ ഇട്ട് കൊടുത്തപ്പോഴേ ആള് നോക്കണം. അപ്പം ഞാൻ ആളുടെ മോതിരം എടുത്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഞാൻ തൃശ്ശൂർ പോകാൻ നേരത്തെ അത് ഊരി വെച്ചു. ഇനിയിപ്പോൾ അത് അവിടെ കൊണ്ട് കളയണ്ടെന്ന് വെച്ചിട്ട് കളഞ്ഞല്ലേ, മോതിരം കൊണ്ട് കളഞ്ഞല്ലേ, കളിക്കാൻ പോയപ്പോൾ കളഞ്ഞല്ലേ. കല്ലു കണ്ണൻ ചേട്ടൻ മോതിരം കളഞ്ഞു.
ഡായ ചേട്ടൻ കയ്യ നമുക്ക് വാവേ കണ്ണന്റെയാണ് ആ നീ കളയുമ്പോ കളഞ്ഞില്ലേ രാവിലെ തന്നെ മാല കൊണ്ട് കളഞ്ഞതോ ആ എന്നാലും വീട് പോയില്ലേ അത് അതിപ്പോ കമ്മലോ വെച്ചാ എന്റെ മോൻ നല്ല കുട്ടിയല്ലേ ഓ അതങ്ങനെ ചെയ്യാറില്ല ഏട്ടാ. കല്യാണി വന്നു കഴിഞ്ഞപ്പോ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ വലിച്ചു വാരി ഇടാറാ പതിവ് ചെരുപ്പ്. ഇന്ന് വന്ന വശം ആ ചെരുപ്പിന്റെ സ്റ്റാൻഡും എടുത്തു വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ മോൻ നല്ല കുട്ടിയായില്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അതാണ് എടുത്ത് പറയണേ. ചെരുപ്പ് എടുത്ത് ആ പുസ്തകം കിട്ടിയത് അവിടെ എടുത്തു വെച്ചു. ആക്ടിവിറ്റി ബുക്കാണ് ഇന്ന് കിട്ടിയതാണ്. അതിലൊക്കെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യണം. ഇപ്പൊ ചെയ്യണ്ട, വന്നല്ലേ ഉള്ളു. കുളിപ്പിച്ചൊക്കെ തരാം ട്ടാ. കണ്ണന് പാപ്പ കൊടുത്തിട്ട് കുളിപ്പിച്ച് തരാം കേട്ടാ. കണ്ണൻ ചേട്ടാ, കണ്ണന് വയ്യ. ഞാൻ കുറുക്ക് കൊടുക്കട്ടെ. കണ്ണന് ഉറങ്ങണേ. എനിക്ക് അതിലും വലിയ ഉറക്കം വന്നിട്ട് നിൽക്കണേ. രാത്രിയാണെങ്കിൽ ഉറക്കവും സുഖമില്ല, പകലാണെങ്കിൽ യാത്രയും. ഷോ നിർത്താനിട്ട വീഡിയോ. കാരണം ഞാൻ കണ്ണൻ്റെ കുറുക്കുണ്ടാക്കി നിങ്ങൾക്ക് ഒക്കെ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണല്ലോ. കുറുക്കുണ്ടാക്കിയത് വെച്ചിട്ടുണ്ട്. അത് ചൂടാറിയിട്ടുണ്ടാവില്ല. പക്ഷെ ഫാൻ്റെ അടിയിൽ വെച്ചാൽ ചൂടാക്കിയിട്ട് അവന് കൊടുക്കണം. ആള് കണ്ടില്ല ഇങ്ങനെ ഉറക്കം വന്ന പോലെ കിടക്കത്തിന്. ഞാൻ അതിൽ പോയി തുടക്കൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. വൈകുന്നേരത്തിന് ഫുഡ് ഉണ്ടാക്കണം, അലക്കാനായിട്ട് കിടക്കുന്നുണ്ട്, അതൊക്കെ ചെയ്യണം. എല്ലാവർക്കും കുളിക്കണം. എല്ലാവർക്കും കുളിക്കണം എന്ന് പറഞ്ഞാൽ 2 പേരും ഞാൻ കുളിപ്പിച്ച് കൊടുക്കണം, എനിക്ക് കുളിക്കണം. അപ്പോൾ 3 പേരുടെ കുളിയുടെ പരിപാടി തന്നെ എൻ്റെ കയ്യിലാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ പണികൾ ഇങ്ങനെ ഇഷ്ടംമാതിരി ഇങ്ങനെ കിടക്കുകയാണ്. എന്നാലും വീഡിയോ മുടക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഇതേ വന്ന നേരം കൊണ്ട് ഇതിപ്പോൾ 1-2 മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കേണ്ട ഒരു വീഡിയോ ആണ്. ഇതിപ്പോൾ ഇവിടെ നിന്നും കൊണ്ട് എനിക്കത് എഡിറ്റ് ചെയ്യണം, എന്നിട്ട് വേണം നിങ്ങളിലേക്ക് എത്തിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ നിർത്താണ്. നമ്മൾ ഫെജിന്നൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ നെറ്റിപ്പട്ടം മേക്കിങ്, കുറച്ച് അങ്ങനത്തെ വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടെ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കാം. ഇന്നിപ്പോൾ കാണിക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു, പക്ഷെ അതെടുത്ത് കാണിക്കാനൊന്നുള്ള ടൈമില്ല. അതുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. പറ്റാ.